CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം FC ഗോവയുടെ നിലവിലെ സൂപ്പർ താരമായ ബ്രാൻഡൻ ഫെർണാണ്ടസ് മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. FC ഗോവയുടെ ക്യാപ്റ്റൻ കൂടിയാണ് ബ്രാൻഡൻ ഫെർണാണ്ടസ് എന്ന ഈ ഒരു സൂപ്പർ താരം. അടുത്ത സീസണിൽ ഫ്രീ ഏജന്റ് ആവുന്ന ബ്രാൻഡനെ സ്വന്തമാക്കാൻ നിലവിൽ മുംബൈ സിറ്റിയാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് IFT ന്യൂസ് മീഡിയ എന്ന ഒരു പ്രമുഖ മാധ്യമം കൂടിയാണ്. ഈ ഒരു ISL സീസണിലെ അവസാനത്തോടുകൂടി ബ്രാൻഡന്റെ ഗോവയുമായുള്ള കരാർ അവസാനിക്കുന്നതാണ്. കൂടാതെ ഇതിനു മുമ്പ് ബ്രാൻഡൻ ഫെർണാണ്ടസ് മുംബൈ സിറ്റി FCക്ക് വേണ്ടിയിട്ട് 2015 ISL സീസണിൽ കളിച്ചിട്ടുണ്ട്. 2017-18 ISL സീസൺ മുതൽ തന്നെ ബ്രാൻഡൻ ഫെർണാണ്ടസ് FC ഗോവയ്ക്കൊപ്പവും ഉണ്ട്. നിലവിൽ ഇതുവരെയായിട്ടും FC ഗോവയ്ക്കായി താരം 121 മത്സരങ്ങളാണ് ISLൽ കളിച്ചു തീർത്തിട്ടുള്ളത്. അതിൽ നിന്ന് 14 ഗോളുകളും 29 അസിസ്റ്റും താരം സ്വന്തമാക്കിയിട്ടുമുണ്ട്. 2019 ഹീറോ സൂപ്പർ കപ്പ്, 2019-20 ഹീറോ ISL ലീഗ് വിന്നേഴ്സ് ഷീൽഡ്, 2021 ഡ്യൂറന്റ് കപ്പ് എന്നീ കിരീടങ്ങൾ ബ്രാൻഡൻ ഫെർണാണ്ടസ് ഗോവയ്ക്കൊപ്പം നേടിയിട്ടുമുണ്ട്. ഏതായാലും ബ്രാൻഡൻ ഫെർണാണ്ടസ് ഈ ഒരു സൂപ്പർ താരത്തിനെ FC ഗോവയിൽ നിന്നും മുംബൈ സിറ്റി FC സ്വന്തമാക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതുകൂടാതെ മറ്റൊരു ട്രാൻസ്ഫർ ന്യൂസ് ആണ് മലയാളി ഗോൾ കീപ്പറായ TP രഹനേഷ് മുംബൈ സിറ്റി FCയിലേക്ക് കൂടുമാറുമെന്നുള്ളത്. നിലവിൽ ജംഷഡ്പൂർ FCയുടെ മുഖ്യമായ ഒരു ഗോൾ കീപ്പറാണ് TP രഹനേഷ് എന്ന മലയാളി ഗോൾ കീപ്പർ. ഇതിനെക്കുറിച്ച് പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് DP രഹനേഷ് എന്ന ഈ ഒരു സൂപ്പർ ഗോൾ കീപ്പർ മുംബൈ സിറ്റി FCയുമായി ഒരു കരാറിന്റെ ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. അടുത്ത സീസൺ മുതലായിരിക്കും രഹനേഷ് മുംബൈ സിറ്റിക്ക് വേണ്ടിയിട്ട് കളിക്കുക. മുംബൈ സിറ്റിയുടെ നവാസ് ഈ ഒരു സീസൺ അവസാനത്തോടുകൂടി ക്ലബ്ബ് വിടാനും സാധ്യതകൾ കാണുന്നുണ്ട്. കൂടാതെ ഈ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് നവാസ് മുംബൈയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് ചേരും എന്നുള്ള ഒരു റൂമറും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ജംഷഡ്പൂർ FCയിൽ നിന്നും അവരുടെ ഏറ്റവും പ്രധാന ഗോൾ കീപ്പറായ രഹനേഷിനെ മുംബൈ സിറ്റി FC ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ISLലെ തന്നെ മറ്റൊരു ക്ലബ്ബായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയിട്ടും രഹനേഷ് പണ്ട് കളിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഏതായാലും അടുത്തൊരു ISL അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.